എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഒരു പ്രസംഗമല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഭാഷണം എന്നതിനപ്പുറം ഇത് ഫലപ്രദമാകണമെങ്കിൽ കേൾക്കാൻ ഇരിക്കുന്നവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും അതിന് ഞങ്ങൾ ഉത്തരം പറയുകയും ചെയ്യുന്നതായിരിക്കും ഒരു നിർദ്ദേശം എനിക്കുണ്ട്. അതിൻ്റെ സംഘാടകർ വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്റർനെറ്റ് സാധ്യമായിട്ടൊരു മനുഷ്യനായിരുന്നില്ല. എൻ്റെ ജേർണലിസം പഠനം പൂർത്തിയായതിനു ശേഷം ഞാൻ ഫ്രീലാൻസ് തെരഞ്ഞെടുത്തു. അക്കാലത്ത് ഫ്രീലാൻസ് തെരഞ്ഞെടുക്കുക പ്രയാസമായി. പക്ഷേ അതൊരു വരുമാന മാർഗം എന്ന അർത്ഥത്തിൽ നല്ലതായിരുന്നു. അപ്പൊ ഒരു യാത്ര അങ്ങോട്ട് പുറപ്പെടുന്നു. എൻ്റെ എലിവേലി, കോട്ടയം ജില്ലയിലെ എലിവേലിയിലാണ് എൻ്റെ വീട്. അവിടെ ഒരു യാത്ര പുറപ്പെട്ടാണ്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആകാശവാണിയുടെ പ്രഭാത പേജ് എന്ന പ്രോഗ്രാം ഒരു 4-5 പ്രോഗ്രാം കാണും. വനിതയ്ക്കോ ഗൃഹലക്ഷ്മിക്കോ കന്യകയ്ക്കോ കൊടുക്കാൻ പറ്റുന്ന വളരെ ലൈറ്റായിട്ടുള്ള 2-3 ഐറ്റം കാണും. മനോരമയിലെയോ മാതൃഭൂമിയിലെയോ അല്ലെങ്കിൽ ദീപികയിലെയോ മംഗളത്തിലെയോ ദേശാഭിമാനിയിലെയോ സന്ധ്യ സഫലത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയെങ്കിലും കാണും. കൂടാതെ ആന്ധ്രയിൽ ഈരടു എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. അവർക്കൊരു വസുന്ധര എന്ന് പറയുന്ന ഒരു വനിതാ സഫലമുണ്ട്. അതിനുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ ഒരു യാത്ര വരുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലിരുന്ന് ഇതെല്ലാം കുറിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് പോയി ആകാശവാണി കൊടി കൊടുക്കുന്നു. ദേശാഭിമാനി പോയി മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി ആയിരിക്കുന്ന അതിന് മുകളിൽ പ്രസ് ഡയറക്ടർ ആയിരിക്കുന്ന പ്രഭാവത്തെ കണ്ട് ദേശാഭിമാനികളുള്ളത് കൊടുക്കും. ഇങ്ങനെ ഒരു യാത്രയിൽ തരക്കേടില്ലാത്ത വരുമാനം ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അന്നൊരു എനിക്ക് തോന്നുന്നത് 93-97 കാലഘട്ടത്തിലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വരുമാനം നല്ലതാണ്, പക്ഷെ ഒരു സ്ഥിരം പണിയില്ല. വിവാഹത്തിന്റെ സമയമാകുന്നു, ജോലിയില്ലെങ്കിൽ കാമുകി വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാൻ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ദീപിക ജോലിക്ക് കയറുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദീപികയിലേക്ക് കയറി ഡെസ്കിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊരു ഭയം. കാരണം അന്ന് പേജ് മേക്കറല്ല, ഈ പേരുണ്ടാക്കണം. കമ്പ്യൂട്ടർ തുടങ്ങി, ഇന്റർനെറ്റ് തുടങ്ങി, പേജ് മേക്കറാണ് ഉണ്ടാക്കുന്നത്. അത് ബേസ് സ്റ്റെപ്പ് തന്നെയാണ്. ഇത് കട്ട് ചെയ്ത് ഫിലിം ഒട്ടിച്ചാണ് നടക്കുന്നത്. പക്ഷെ ഈ പേജ് മേക്കറിൽ പണി ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയണം. കമ്പ്യൂട്ടറിന്റെ ധാരണ ഒന്നും എനിക്കറിയില്ല. ഒരു ആശങ്കയുണ്ട്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഇന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് പി ടി ചാക്കയായിരുന്നു ഡെസ്ക് ചീഫ്. ആദ്യ ദിവസം തന്നെ സ്വാഭാവികമായും പത്രസ്ഥാപനങ്ങളിൽ ഞാൻ നേരിട്ട് സബ് എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്, ട്രെയിനിങ് ആയിട്ടല്ല. അതിലൊരു അസ്വസ്ഥത അവിടെ ഉണ്ടാവുന്നുണ്ട്. ചീഫ് എഡിറ്ററെ വിളിച്ച് ജോലി ചെയ്യിപ്പിച്ച. അപ്പൊ എനിക്കൊരു പേജ് ഇത് ചുമതല. എനിക്ക് പേജ് വൈകിയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല പരിചയം കാണുമായിരിക്കും, ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. ഡയറക്റ്റായിട്ട് കയറി തന്നെ ചെയ്യിപ്പിച്ച. പക്ഷെ നമ്മൾ ആ പരീക്ഷണം അന്ന് തന്നെ പറയുന്നത്. അന്ന് 5250 രൂപയാണ് ദീപിക സബ് എഡിറ്റർ, അതായത് ട്രെയിനിങ് പൂർത്തിയായി കിട്ടുന്ന സബ് എഡിറ്ററുടെ ശമ്പളം എനിക്ക് കിട്ടിയത്. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ഇരട്ടി വരുമാനം ഉണ്ടായിരുന്നു മാസം. പക്ഷെ ശമ്പളം വാങ്ങിക്കുന്നില്ല. ഞാനത് പറയുന്നത് എനിക്ക് സാങ്കേതിക വിദ്യയെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഞാൻ പത്രസ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ ഓൺലൈൻ മീഡിയ തുടക്കക്കാരനാണ് എനിക്ക് സാധിച്ചു. അതിന് ഈ സാങ്കേതിക ഇപ്പോഴും എന്റെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ട് എനിക്ക് വാട്സാപ്പ് നോക്കാൻ അറിയാം, മെയിൽ നോക്കാൻ അറിയാം, ഫോൺ വിളിക്കാൻ അത്ര അറിയുന്നു. ഞാൻ പറയാൻ കാര്യം, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതിന് ഭയത്തോടു കൂടി കാണേണ്ട ഒന്നല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരൻ നേതാവ് പറയുന്നത് കേട്ടു, നിർമ്മിതി ബുദ്ധിയുടെ കാലം വരുമ്പോൾ 60% പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും, അപ്പോൾ സോഷ്യലിസ്റ്റ് വിപ്ലവം വരും. ഈ ഒരു സങ്കല്പവും ആശങ്കയും എക്കാലത്തും ഉണ്ടായി. അതിന്റെ കാരണം സാങ്കേതിക വിദ്യ യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യർക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്കുള്ളതാണ്. ഇത് നമ്മൾ ഇതിന്റെ അഗാധമായ ജ്ഞാനത്തിലേക്ക് പോവുകയും അത് ഗവേഷണം നടത്തുകയും അത് കണ്ടുപിടുത്തം അതൊക്കെ കുറച്ചുപേർ എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ ഇതിന്റെ സാധാരണ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യതകൾ നേരത്തെ മുൻകൂട്ടി കണ്ട് അവരിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ ദീപികയിൽ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ വിദേശത്ത് പോകേണ്ടി വരുന്നു. UK
UK ചെന്നിട്ട് ഒരു ഫാക്ടറിയിൽ ഞാൻ പണിയെടുക്കുക. ഒരു കോൾഡ് സ്റ്റോറാണ്, അതായത് ഒരു വലിയ മാനുഫാക്ചറിംഗ് കമ്പനി. ആ മാനുഫാക്ചറിംഗ് കമ്പനിയിലെ ഫൈനൽ പ്രോഡക്റ്റ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറിലാണ് എന്റെ ജോലി. അപ്പൊ ഗുണമുണ്ട്, മാനേജർമാരെ കൊണ്ട് വരത്തില്ല. കാരണം ഒരു -1 പോകാൻ തണുപ്പ് 0.1, ഇതാ -1 1 വേണ്ടിയാണ് തണുപ്പ്, അതിനുള്ള വസ്ത്രമൊക്കെ. അപ്പൊ നമുക്ക് ധാരാളം റെസ്റ്റ് ആയി കിട്ടും. ഈ സമയത്ത് ഞാൻ അവിടുത്തെ പത്രങ്ങളൊക്കെ വായിക്കും, ഇംഗ്ലീഷ് പത്രങ്ങൾ. കാന്റീനിൽ പോകും, സകല ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കും. ഈ പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക്, മലയാളികൾക്ക് അറിയേണ്ട പലതും അവരറിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി ഈ വിവരങ്ങളൊക്കെ അവരെ അറിയിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഓർക്കണം, എനിക്ക് ഓൺലൈൻ പോർട്ടലിൽ ABCD അറിയത്തില്ല. അത് ദീപികയാണ് എല്ലാവരും കാണുന്ന ഓൺലൈൻ പോർട്ടൽ. മനോരമ ഉണ്ടെങ്കിലും, കേരളവും മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും വായിക്കുന്നത് ദീപിക. ആദ്യം ദീപിക തുടങ്ങി. അവിടെയാണ് UK മലയാളികൾക്ക് വേണ്ടി മാത്രം അവർക്കറിയേണ്ട ഒരു പത്രം എന്ന നിലയിൽ ഈ പോർട്ടൽ ബ്രിട്ടീഷ് മലയാളികൾ പോർട്ടലാണ്. ഇത് വളരെ സ്വാഭാവികമായി രൂപപ്പെട്ടത്, വളരെ സ്വാഭാവികമായി രൂപപ്പെട്ടു. അന്ന് അവിടെ പോലും ബ്രോഡ്ബാൻഡ് തുറന്നതേ ഉള്ളൂ, ഡയലപ്പാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഫോണ്ട് എന്ന് പറയുന്ന സാധനം വായിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാവുക വരുമ്പോൾ. അപ്പം മലയാളത്തിൽ എഴുതി പ്രിന്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ബ്രോഡ്ബാൻഡ് ആണ് നോക്കണം, ഡയലപ്പാണ് നോക്കണം. രാവിലെ ബ്രിട്ടീഷിലെ UK മലയാളികൾ എഴുന്നേൽക്കുമ്പോൾ ഓൺ ആക്കിയിട്ട് ഒരു വാർത്ത ക്ലിക്ക് ചെയ്തിട്ട് പോയി ജോലിയിൽ തിരിച്ചു വരുമ്പോൾ ഓൺ ആവും. എന്നാലും വായിക്കുന്ന തരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറി. ഈ മാധ്യമ പ്രവർത്തന രംഗത്തിൽ കുറെ മാറ്റം, ഒരുപാടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഞാൻ അതിലേക്ക് കാണുന്നത്. ഞാൻ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായി ഈ സാങ്കേതിക വിദ്യയെ കുറിച്ചോ ഇന്റർനെറ്റിനെ കുറിച്ചോ അറിവോ ഗവേഷണ താല്പര്യമൊന്നും ആയിട്ടല്ല. മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചിപ്പോ ഞാനിപ്പോഴും ആലോചിക്കുന്നത് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി നമ്മൾ നേരത്തെ കേൾക്കുന്ന വിമാനം. പക്ഷെ ഇന്റർനെറ്റ് വന്ന് ഇമെയിൽ വന്നപ്പോൾ വലിയ അത്ഭുതമാണ്. കാരണം ഒരേ സമയം ലോകത്തെ എല്ലായിടത്തും, അതിനു മുമ്പ് മൊബൈൽ വന്നപ്പോ നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഒരു പേരിൽ നിന്ന് മൊബൈലിലേക്കുള്ള ഒരു ജമ്പിങ്. അപ്പൊ ഈ ഒരു മാറ്റത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ എക്വിപ്ഡ് ആകുമ്പോൾ നമ്മൾ ഈ മാറ്റത്തിന്റെ ഭാഗം. ഇപ്പോ മാധ്യമം, ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം, എങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ മാറ്റാമെന്ന്. കാരണം അങ്ങനെ ഞാൻ പരീക്ഷണം നടത്തിയില്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ പ്രസംഗം നടത്തി, അതാ പിന്തള്ളപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ ഓൺലൈൻ വീഡിയോ ഒക്കെ സജീവമായി വരുന്നു, ചാനലുകളുണ്ട്. പക്ഷെ ചാനലുകളിലെ വാർത്തകൾ അവർ സംപ്രേഷണം ചെയ്തതിന് ശേഷം ആ ബുള്ളറ്റിനുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഓരോരോ വാർത്തകൾ അപ്ലോഡ് ചെയ്താൽ ഞാൻ ഇഷ്ടപ്പെടുമായിരിക്കും. മലയാളത്തിൽ ആദ്യമായി ഇപ്പോൾ 100 കണക്കിന് ഓൺലൈൻ ചാനലുകളുണ്ട്, വാർത്താ ചാനലുകളുണ്ട്. പക്ഷെ മലയാളത്തിൽ ആദ്യമായി ഞങ്ങളാണ് മറുനാടൻ TV എന്ന പേരിൽ ഒരു സാധനം പറഞ്ഞത് 2017. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കതിനുള്ള നെറ്റ്വർക്ക് ഒന്നുമില്ല. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ബുള്ളറ്റിൻ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ പ്രധാന പോയിന്റ് എടുത്തിട്ട് വാർത്തയാക്കും. അവർ യൂട്യൂബിൽ ഇടുന്നത് 1 മണിക്കൂർ മുമ്പ് നമ്മൾ യൂട്യൂബിൽ വരും. കാരണം അവർ പതിയെ യൂട്യൂബിൽ വരും. 2-3 മിനിറ്റിലുള്ള വാർത്തകൾ എന്ന സങ്കല്പം ഞങ്ങളാണ് തുടങ്ങിയത്. ഇത് എന്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ ജ്ഞാനമുള്ളത് കൊണ്ടല്ല, ഇത് കൊള്ളാം, മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോ നമ്മൾ നിൽക്കുന്ന ഈ കാലം നിർമ്മിത ബുദ്ധിയുടെ കാലം. ഇപ്പൊ ഇതിനു മുമ്പുള്ള സെഷനിൽ പാത്രം കഴുകാനായിട്ടും തുണി ഇറക്കാനുമായിട്ടും ഒക്കെ നിർമ്മിത ബുദ്ധിക്ക് കഴിയും, വളരെ കാത്തിരിക്കും. അതൊക്കെ ഉറപ്പല്ലേ? പാത്രം കഴുകാൻ ഇപ്പോൾ തന്നെ സാധ്യമുണ്ട്, ഇപ്പോൾ തന്നെ സാധിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് മാധ്യമ പ്രവർത്തനം തന്നെ മാറുന്ന രീതിയുണ്ടാവും. നമ്മുടെയൊക്കെ രീതികൾ മാറുന്നത്, അതിനെ നമ്മൾ എങ്ങനെ മാറണം? അയ്യോ, അതോ തൊഴിൽ നഷ്ടപ്പെട്ടു, നമ്മൾ വീട്ടിലിരിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ പറയും. അവിടെയാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയെ പ്രതീക്ഷയോടെ കാണുന്നത്. കാരണം ഇപ്പോഴും എനിക്കൊന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി മാത്രമുള്ളത് കേരളത്തിൽ, എനിക്ക് ഉറപ്പില്ല ഈ നിർമ്മിത ബുദ്ധിയിൽ ഡിഗ്രിയുണ്ട്. ഇതൊരു ഈ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ച് എല്ലാം നമുക്ക് തന്നെ മാറാം. അതായത് പുതിയ ആളുകൾക്കുള്ളതല്ല. പലരും പറയുന്നത് അതിലില്ല, നിർമ്മിത ബുദ്ധി വന്നു, കുറച്ചുകൂടെ പഠിക്കില്ല. ജോലി ചെയ്യുന്നവൻ ആ തൊഴിലിൽ ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ മേഖലയ്ക്കും പറ്റും. അത് ഇന്റർനെറ്റ് നാട്ടിലുണ്ടാക്കിയ വിപ്ലവം പോലെ തന്നെ മറ്റൊരു വിപ്ലവത്തിന് തുടക്കമിടുകയാണ്. അതിന്റെ
സ്വപ്നമാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാണുന്നത്. ഈ മാറുന്ന കാലത്തിനൊപ്പം നമുക്കൊക്കെ സഞ്ചരിക്കാം. ഞാനിപ്പോ ആലോചിക്കുന്നത്, എന്നെ കേൾക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂത്ത് അല്ല. നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ മലയാളം തുടങ്ങുമ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്ന യൂത്തിനെയാണ്, IT കാര്യം യൂത്തിനെയാണ്. പക്ഷെ ഇന്ന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഫോളോ ചെയ്യുന്നതും റിട്ടയർ ചെയ്ത ആളുകളാണ്. അത് വലിയ ഓട്ടോറിക്ഷക്കാർ മുതൽ സെക്യൂരിറ്റിക്കാർ മുതൽ പ്രൊഫഷണലുകൾ മുതൽ പ്രൊഫഷണൽ വരെ പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ആളുകൾക്കാണ്. അപ്പം അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് അവരുടെ ജീവിതം ചുരുങ്ങുമ്പോൾ അതിന്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് ആയി മൊബൈലാണ്. അപ്പൊ മൊബൈൽ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഭാഗമാവാൻ നമുക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരും. ഇതാണ് ഞാൻ ഈ പറയുന്ന ഈ ന്യൂ മീഡിയയുടെ ന്യൂ മീഡിയ എന്ന് പറയുന്നത്. പണ്ടൊക്കെ വാർത്തകൾ, ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടാൽ ആ വാർത്ത മാധ്യമങ്ങൾ വരണമായിരുന്നു. ഇന്ന് ഒരു വ്യക്തിക്ക് മാധ്യമമാണ്. ഒരാൾക്ക് ഒരു ലൈക്ക് ചെയ്താൽ ഒരു ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിലും പൊടുന്നനെ അത് ലോകം വീഴും. അതുകൊണ്ട് ഒരു വാർത്തയും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷയോടെ കാണുക, നമ്മൾ സ്വയം എക്വിപ്ഡ് ആവുക. നമ്മൾ എവിടെയാണ്, ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട് ഇന്നും നേരിടുന്ന പ്രശ്നം ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ആ മേഖലയിൽ വിദഗ്ധരില്ല. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ആർക്കൊന്നും അറിയില്ല. ഇവിടെ അടുക്കള പണി ചെയ്യുന്നവർ, മേസ്തിരിപ്പണി ചെയ്യുന്നവർ, വണ്ടി ഓടിക്കും, ഈ ചെയ്യുന്ന ഏത് തൊഴിലും പ്രൊഫഷണലായി ഭംഗിയായി പെർഫെക്റ്റായി ചെയ്താൽ തൊഴിലില്ലായ്മ പ്രശ്നം ഉണ്ടാവുകയില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ അതിലേക്ക് ഉപയോഗിക്കണം. ഈ സാങ്കേതിക വിദ്യ അതാണ് മനുഷ്യന് മാറ്റം ഉണ്ടാക്കുന്നത്. അതിനുള്ള ഒരു തുടക്കമാണ് ഈ ഫ്യൂച്ചർ സമയത്ത്. ഞാൻ കൂടുതൽ വിശദാംശം കേട്ടിട്ടില്ല. ഫ്യൂച്ചർ, ന്യൂ മീഡിയ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓരോ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നൂറുൽ ഇസ്ലാം സർവകലാശാല, നൂറുൽ ഇസ്ലാം എന്ന് തോന്നുന്നു അല്ലെ, തക്കരയൊക്കെ മജീദ് ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. 85 വയസ്സ് 86 വയസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ അദ്ദേഹത്തോട് എന്താ ചെയ്യുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കമ്പ്യൂട്ടറിലൊക്കെ വായിക്കുന്ന പത്രം. ഞാനോട് അദ്ദേഹത്തിന് ഇത്ര, പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ അടുത്ത പണി നോക്കിക്കോണം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുവാണ്, ഇനി ഈ സൂര്യനിൽ നിന്നായിരിക്കില്ല ഊർജ്ജം സ്വീകരിക്കാൻ പോകുന്നത്, നക്ഷത്രങ്ങളിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ന്യൂ മീഡിയയെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഇത് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മജീദ് ഖാൻ. ഇങ്ങനെ ഓരോ മനുഷ്യനും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയാൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ പിന്നെ നമുക്ക് ഭയം മാറ്റി വരില്ല. ഇതാണ് എനിക്ക് ആകെ പറയാനുള്ള സന്ദേശം. ഞങ്ങൾ ചർച്ചയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട കേൾക്കുന്ന ആർക്കും എന്ത് സംശയവും, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ എന്നോടാണെങ്കിൽ എന്നെ കുറിച്ചുള്ള ചോദ്യമോ അതാണെന്നെ കുറിച്ച് എന്തും ഉത്തരം പറയാൻ തയ്യാറാണ്. സാറ് തീർച്ചയായും വളരെ പരിണിതപ്രജ്ഞനാണ് സെബാസ്റ്റ്യൻ പോൾ സാറ്. അദ്ദേഹത്തോട് തീർച്ചയായും ചോദിക്കും. അദ്ദേഹം ഒരു പ്രിന്റർ പത്രത്തിന്റെ എഡിറ്ററായി, അദ്ദേഹം അഭിഭാഷകനായി, രാഷ്ട്രീയ പ്രവർത്തകനാണ്. വലിയ അനുഭവജ്ഞാനമുള്ള സെബാസ്റ്റ്യൻ പോൾ സാറിനൊപ്പം സംസാരിക്കാൻ കേട്ടതിന് നന്ദിയുണ്ട്. തീർച്ചയായും എന്നേക്കാൾ ഒരുപാട് അനുഭവമുള്ള മനുഷ്യരുടെ അദ്ദേഹത്തോട് ചോദിക്കുക. ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. താങ്ക് യു.